والمحصنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم وأحل لكم ما وراء ذلكم أن تبتغوا بأموالكم محصنين غير مسافحين والمحصنات من النساء സ്ത്രീകളിൽ നിന്നും വിവാഹിതരായ സ്ത്രീകൾ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാ മാ മലകത് ഐമാനുക്കും, എന്നാൽ നിങ്ങളുടെ വലങ്കൈകൾ ഉടമയാക്കപ്പെട്ട സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദനീയമാണ്. കിതാബല്ലാഹി അലൈക്കും, ഇത് അല്ലാഹു നിങ്ങളുടെ മേൽ എടുത്തിരിക്കുന്ന നിയമങ്ങളാണ്. وَأُحِلَّ لَكُمْ مَا وَرَاءَ ذَلِكُمْ, ഇതല്ലാത്തതെല്ലാം നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. അൻ തബ്തഗൂ, അതായത് നിങ്ങൾ വിവാഹത്തെ തേടൽ അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. ബി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്. മുഹ്സിനീൻ, ജീവിത വിശുദ്ധി തേടുന്നവരായ നിലയിൽ. ഗൈറ മുസാഫിഹീൻ, വികാരം പൂർത്തീകരിക്കാത്തവരുമായ നിലയിൽ, വ്യഭിചാരം നടത്താത്തവരുമായ നിലയിൽ. വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട വിവിധ വിഭാഗം സ്ത്രീകളെപ്പറ്റി കഴിഞ്ഞ ആയത്തിൽ പറയപ്പെട്ടു. അവസാനമായി വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകളെക്കുറിച്ചുകൂടി പറയുന്നു. വൽമുഹ്സനാതു മിനൻ നിസാ, സ്ത്രീകളിൽ നിന്നും വിവാഹിതരായ ആളുകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ത്രീ ആരുടെയെങ്കിലും ഭാര്യയാണ്, അവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. വിവാഹം കഴിക്കുന്നത് പോകട്ടെ, അവരുടെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് പ്രവണതകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന്, ആരെയെങ്കിലും വിവാഹം കഴിക്കും, പിന്നീട് അവരുടെ ബന്ധം എങ്ങനെയെങ്കിലും തകർക്കുന്ന നിലയിൽ അവരുമായിട്ടുള്ള ബന്ധം ആരംഭിക്കും. ചിലരാകട്ടെ ഒരു നാണവുമില്ലാതെ പരസ്യമായി തന്നെ ആ വിവാഹബന്ധം തകർത്ത് അവർ വിവാഹം കഴിക്കാൻ തയ്യാറാവുകയും ചെയ്യും. ഇത് വളരെ ഗുരുതരമായ പാപമാണ്. ആരെങ്കിലുമായി വിവാഹബന്ധത്തിലുള്ള സ്ത്രീകൾ അവരുടെ ജീവിതം സന്തോഷത്തിനും സമാധാനത്തിനും നീങ്ങട്ടെ. അതിന് പ്രയാസമുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന യാതൊരു പ്രവണതയും ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി ഏതെങ്കിലും സ്ത്രീയിൽ നിന്നും ഇതുണ്ടായി, അതിനെ പരിഹരിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. കൗൺസിലിംഗിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ, പ്രത്യേകിച്ചും പുരുഷന്മാരായ ഭർത്താക്കന്മാർ അവരുടെ കൂട്ടത്തിൽ നിർത്തുന്നതിലൂടെ ഈ പ്രശ്നം കൂടുതലും പരിഹരിക്കപ്പെടുന്നതാണ്. തുറന്നു പറയട്ടെ, വിവാഹം കഴിച്ച് ഭാര്യയിൽ നിന്നും യാതൊരു ബന്ധവുമില്ലാതെ അകന്നു നിൽക്കുന്ന
ഇന്നത്തെ പ്രവണത പലതരം നാശങ്ങൾക്ക് കാരണമാണ്. നിങ്ങൾക്ക് നാട്ടിൽ സമ്പാദ്യം സാധിക്കുന്നില്ല, ഗൾഫിൽ പോയിക്കൊള്ളിൻ, പക്ഷെ ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ടു പോകിൻ. പൈസയൊന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റുകയില്ല, ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ കിട്ടുന്ന പൈസ അവിടെ ഉപയോഗിച്ച് ഭാര്യയുമായി ജീവിക്കാൻ നോക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ വന്ന് ഭാര്യയുടെ കൂട്ടത്തിൽ കഴിയും. വലിയ ആർഭാട ജീവിതത്തിൽ നിന്ന് മാറി ലളിത ജീവിതം സ്വീകരിച്ച് ഭാര്യയുടെ കൂട്ടത്തിൽ കഴിയുന്നു. എന്താണെങ്കിലും വിവാഹിതയായൊരു സ്ത്രീയെ വിവാഹത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുന്നത് കടുത്ത കുറ്റമാണ്. ആരെങ്കിലും വിവാഹം കഴിക്കപ്പെട്ടിട്ടില്ല, അവരെ ആഗ്രഹിക്കൻ, വിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കൻ, നേരായ മാർഗത്തിലൂടെ മുമ്പോട്ട് നീങ്ങിൻ, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഒരു പെൺകുട്ടി വിവാഹിതയായോ അവരുടെ ജീവിതത്തിന്റെ മറ്റൊരു അധ്യായം ആരംഭിച്ചിരിക്കുന്നു. അവരവരുടെ വഴിക്ക് വിടാൻ നോക്കണം. വേറെ എന്തെല്ലാം അവസ്ഥകളുണ്ടായാലും അതിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ പരിശ്രമിക്കണം. അവരുമായി ഒരു നിലയ്ക്കുമുള്ള തെറ്റായ ബന്ധങ്ങളും അത് നടത്താൻ പാടില്ല, കടുത്ത കുറ്റമാണ്. നോക്കിൻ, ഹുർരിമത് എന്നതിലേക്ക് ബന്ധിപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹുർരിമത് അലൈക്കും, നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്. അൽ മുഹ്സനാതു മിനൻ നിസാ, മറ്റുള്ളവരുടെ ഭാര്യമാർ. അത് നിങ്ങൾക്ക് ആദരണീയ സ്ത്രീയാണ്. ആ ബന്ധം നിങ്ങൾക്ക് അങ്ങേയറ്റം ആദരവിന്റെ ബന്ധമാണ്. അതിന് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലൂടെ കാര്യങ്ങൾ നോക്കണം. ആരെങ്കിലും വിവാഹം കഴിച്ചു, അവരുടെ വിവാഹ ജീവനം നന്നാകാൻ ഞാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിലൂടെ ഉണ്ടാകുന്ന എല്ലാ നന്മകൾക്കും എനിക്ക് പ്രതിഫലം കിട്ടുന്നതാണ്. ഈ അടിസ്ഥാനത്തിലാണ് ആരെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ അവരെ സഹായിക്കാൻ, അവർക്ക് ആശംസ നേരാൻ ഇസ്ലാം പറയുന്നത്. വൽമുഹ്സനാതു മിനൻ നിസാ, രണ്ടാമത്തെ ഇന്നത്തെ വലിയൊരു പ്രശ്നം ചില ആളുകളുടെ തെറ്റായ വാദമാണ്. ഒരു പുരുഷന് പല വിവാഹം കഴിക്കാമെങ്കിൽ ഒരു സ്ത്രീക്കും എന്തുകൊണ്ട് പല വിവാഹം കഴിച്ചുകൂടാ? ഒന്നാമതായത് പ്രകൃതി വിരുദ്ധമായ ശൈലിവിശേഷമാണ്. പറയുന്നവരുടെ വലിയ ബുദ്ധിയും അതുപോലെ വായാടിത്തരവുമെല്ലാം വ്യക്തമാക്കാനാണ് അവർ പറയുന്നതെങ്കിലും പ്രകൃതി രീതിക്ക് വിരുദ്ധമാണ്. കാരണം ലോക ചരിത്രത്തിലേക്ക് നോക്കി എല്ലാ മതങ്ങളും ബഹുഭാര്യത്വത്തെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ മത നേതാക്കന്മാർ ബഹുഭാര്യത്വം നടത്തിയതായി കാണാൻ സാധിക്കുന്നു. ബഹുഭർത്തൃത്വം എവിടെയും കാണാൻ സാധിക്കുന്നതല്ല. ധാർമ്മിക മേഖലകളിൽ ബഹുഭർത്തൃത്വം കാണാൻ സാധിക്കുന്നതല്ല. വൽമുഹ്സനാതു മിനൻ നിസാ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇത് അസഹനീയമായ കാര്യമാണ്. അപ്രകാരം തന്നെ പുരുഷന്മാർക്ക് പലപ്പോഴും ബഹുഭാര്യത്വം ആവശ്യമായി വരും. ഇസ്ലാം ആ സമയത്ത് മാത്രമേ അത് സമ്മതിക്കുന്നുമുള്ളൂ. ഇവരുടെ പറച്ചിൽ കേട്ടാൽ ഇസ്ലാം മുഴുവൻ പുരുഷന്മാരോടും ഓടി നടന്ന് നാല് കെട്ടാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകളോട് നിങ്ങൾ ചാടി നടന്ന് 4 5 8 കെട്ട് എന്ന ശൈലിയിലാണ് സംസാരം. ഇസ്ലാം ഒരിക്കലും സ്വതന്ത്രമായി തുറന്നുവിട്ട് പുരുഷന്മാരോട് പോലും പലത് കെട്ടാൻ പറയുന്നില്ല. വളരെ കണിശമായ നിർദ്ദേശങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വൽമുഹ്സനാതു മിനൻ നിസാ, ഇല്ലാ മാ മലകത് അയ്മാനുകും, എന്നാൽ നിങ്ങളുടെ വലങ്കൈ ഉടമയാക്കിയ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. ഈ വചനവും പലരും തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വചനം ഇന്നില്ലാത്ത, എന്നാൽ ഒരു കാലഘട്ടത്തിലുണ്ടായ പ്രത്യേക സാഹചര്യവുമായി ബന്ധപ്പെട്ട് അവതരിച്ച വചനമാണ്. ഒന്നാമതായി
പഴയ കാലഘട്ടത്തിൽ അടിമത്ത സമ്പ്രദായമുണ്ടായിരുന്നു. രണ്ടാമതായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പലപ്പോഴും ശത്രുക്കളുമായി പോരാട്ടങ്ങളും പ്രശ്നങ്ങളും നടക്കുമായിരുന്നു. ഇതിൽ ശത്രുപക്ഷത്തു നിന്നും യുദ്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ യുദ്ധമില്ലാതെയും ചില സ്ത്രീകൾ മുസ്ലിമീങ്ങളുടെ കയ്യിൽ വരുമായിരുന്നു. യുദ്ധ തടവുകാരായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ പഴയ കാലഘട്ടത്തിലെ നിയമം അവർ അടിമകളായി മാറുന്നു എന്നുള്ളതാണ്. ഇസ്ലാമും ആ നിയമം അങ്ങനെ തന്നെ വെക്കുകയുണ്ടായി. പക്ഷേ കഴിവിന്റെ പരമാവധി അവരെ മോചിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഇതേ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾ അവർ മുസ്ലിമീങ്ങളുടെ കീഴിലേക്ക് വരികയുണ്ടായി. ഈ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് അവർ വിവാഹം കഴിച്ച് അവരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കാൻ അനുവാദമുണ്ട്. അല്ലെങ്കിൽ അടിമ സ്ത്രീകൾ എന്ന നിലയിൽ ശാരീരിക ബന്ധം സ്ഥാപിക്കാൻ അനുവാദമുണ്ട്. പക്ഷെ അതും വലിയൊരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ്. ആ സ്ത്രീ ഗർഭിണിയല്ല എന്ന് ഉറപ്പ് വരണം. അവർ അശുദ്ധിയിലേക്ക് പ്രവേശിച്ചു, അതിനുശേഷം ശുദ്ധിയിലേക്ക് പ്രവേശിച്ചിരിക്കണം. ഇതിന് ഇസ്തിബ്രാ എന്ന് പറയും. ഈ സമയത്ത് മാത്രമേ അവരുമായിട്ടുള്ള വൈവാഹിക ബന്ധം, ശാരീരിക ബന്ധം അനുവദനീയമാവുകയുള്ളൂ. ഇതാ ഒരു പ്രത്യേക കാലഘട്ടവും സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നാകട്ടെ ഇത്തരമൊരു സാഹചര്യം ഇല്ലതാനും. അതുകൊണ്ട് ഈ വിഷയത്തിന് വലിയ പ്രസക്തിയില്ല. പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഇത് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തിൽ പൊക്കിക്കൊണ്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് വിശദീകരിച്ചത്. والمحصنات من النساء إلا ما ملكت أيمانكم. സ്ത്രീകളിൽ നിന്നും വിവാഹിതരായ സ്ത്രീകൾ ആദരണീയരാണ്. അവരെ നിങ്ങൾ വിവാഹം കഴിക്കൽ, വിവാഹാലോചന നടത്തൽ, അല്ലെങ്കിൽ വശീകരിക്കൽ, തെറ്റായ ബന്ധം സ്ഥാപിക്കൽ ഇതെല്ലാം നിഷിദ്ധമാണ്. ഇല്ലാ മാ മലകത് ഐമാനുക്കും. എന്നാൽ നിങ്ങളുടെ വലങ്കൈ ഉടമയാക്കിയ അടിമ സ്ത്രീകളെ, അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനും അവരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കാനും അനുവാദമുണ്ട്. കിതാബല്ലാഹി അലൈക്കും, കിതാബല്ലാഹി അലൈക്കും. അല്ലാഹു നിങ്ങളുടെ മേൽ ഈ നിയമത്തെ നിർബന്ധമാക്കിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു. ഈ മേൽ പറയപ്പെട്ട കാര്യം അത് നിങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നു, വിവാഹബന്ധം നിഷിദ്ധമായ സ്ത്രീകളാണോ എന്ന് നോക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഏതെങ്കിലും താൽപര്യങ്ങളിൽ എടുത്തുചാട്ടങ്ങളും മറ്റുമുണ്ടായി ഇങ്ങനെ നടത്തേണ്ട ഒന്നല്ല വൈവാഹിക ജീവിതം. സൂക്ഷിച്ച് നടത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ആദ്യം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ തീരുമാനം പറഞ്ഞത്, വിവാഹബന്ധം അനുവദനീയമായ ആളുമായിട്ടാണോ വിവാഹാലോചന എന്ന് ആദ്യം നോക്കേണ്ടതാണ്. കിതാബല്ലാഹി അലൈക്കും. ഇത് നിങ്ങളുടെ മേൽ അള്ളാഹു നിയമമാക്കിയ കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ.